ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം, സമാധാനം നൽകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന ദിവസമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 70-ാം സങ്കീർത്തനം 5-ാം വാക്യം: ഞാനോ എളിയവനും ദരിദ്രനും ആകുന്നു, ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. യഹോവേ, താമസിക്കരുതേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആഴമായി അതിനകത്തുനിന്ന് തൊടുന്ന ദൂത്: യഹോവേ, താമസിക്കരുതേ. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ നിലപാടുകളിലും തൻ്റെ ജീവിതാവസ്ഥകളിലും സാഹചര്യങ്ങളിലും എപ്പോഴും എല്ലാ കാലത്തും ദൈവത്തെ ആശ്രയിക്കുന്നു. ദൈവത്തെ ആശ്രയിച്ചതിൻ്റെയും ദൈവത്തെ വിശ്വസിച്ചതിൻ്റെയും ഫലങ്ങൾ താൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, രുചിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥിതിയിൽ, അവസ്ഥയിൽ, സാഹചര്യത്തിലും ഏതു വിഷയത്തിൻ്റെ നടുവിൽ, വലുതും ചെറുതുമായ എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് ദൈവത്തോട് തൻ്റെ വിഷയങ്ങൾ പറയും, നിലവിളിക്കും, യാചിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് ആ ഒരു തലത്തിൽ നിന്ന് ദൂത് ഇടപെടുവാൻ: യഹോവേ, താമസിക്കരുതേ. ദാവീദിന് വേഗത്തിൽ ചില വിടുതലുകൾ വേണം, വേഗത്തിൽ ചില മാറ്റങ്ങൾ വേണം, വേഗത്തിൽ ചില അത്ഭുതങ്ങൾ കാണണം. അതുകൊണ്ട് കർത്താവിന് പറയുന്നു: യഹോവേ, താമസിക്കരുതേ. അതിനകത്ത്, ആ പദത്തിനകത്ത് തൻ്റെ വിശ്വാസമുണ്ട്, തൻ്റെ പ്രത്യാശയുണ്ട്. അതുപോലെ തന്നെ തൻ്റെ വേദനകളും തൻ്റെ നൊമ്പരങ്ങളും തൻ്റെ സങ്കടങ്ങളും തൻ്റെ കണ്ണുനീരെല്ലാം ആ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. യഹോവേ, താമസിക്കരുതേ. ഒരു ഹൃദയം നുറങ്ങിയ ഒരു ശബ്ദം, നിശ്ചയമായി പ്രത്യാശയുണ്ട്, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയുണ്ട്. എന്നാലും തകർന്നൊരു ഹൃദയത്തിൽ നിന്ന് മുഴങ്ങുന്നൊരു ശബ്ദമായിരിക്കാം അത്. വേദനയുള്ള ഹൃദയത്തിൽ നിന്ന് മുഴങ്ങുന്നൊരു ശബ്ദമായിരിക്കാം അത്. യഹോവേ, താമസിക്കരുതേ. ദൈവത്തിൻ്റെ പൈതലേ, ജീവിതസ്ഥിതിയിൽ ഇപ്രകാരമല്ലേ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ: താമസിക്കരുതേ. എൻ്റെ തലമുറയുടെ ഭാവി അത് വെളിപ്പെടുക, ഇനി താമസിക്കരുതേ. എൻ്റെ ജീവിതത്തിൻ്റെ ആ പ്രശ്നം, അതിനകത്ത് ഞാൻ പുറത്തു വരുക, ദൈവമേ, ഇനി താമസിക്കരുതേ. ദൈവത്തിൻ്റെ പൈതലേ, ആ വിസയുടെ വിഷയത്തിൽ ഇന്നും കണ്ണുനീരോടെ ആയിരിക്കും ദൈവത്തിൻ്റെ പൈതലേ, ഇനി താമസിക്കരുതേ. താമസിച്ചാൽ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇനിയും കർത്താവ് വൈകിയാൽ എൻ്റെ ജീവിതം എന്തായിത്തീരും, എൻ്റെ സ്ഥിതി എന്തായിത്തീരും, എൻ്റെ ഹൃദയം എന്തായിത്തീരും, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് എന്തു സംഭവിക്കും? ഇനിയും കർത്താവ് വൈകിയാൽ, ഇനിയും ദൈവം എൻ്റെ വിഷയം താമസിപ്പിച്ചാൽ എൻ്റെ ഹൃദയം ക്ഷീണിക്കത്തില്ലേ? എൻ്റെ ഹൃദയം തളരത്തില്ലേ? ഇന്നും അങ്ങനൊരു തലത്തിൽ ആയിരിക്കുന്ന കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തവും ശക്തമായി ഇടപെടുന്ന ഒരു ദിവസമാണ്. യഹോവേ, താമസിക്കരുതേ. ദൈവത്തിൻ്റെ പൈതലേ, ആ വാക്യത്തിൽ കണ്ണുനീരില്ലേ? ആ വാക്യത്തിൽ വലിയ നൊമ്പരമില്ലേ? ആ വാക്യത്തിൽ വലിയൊരു വേദനയില്ലേ? താമസിക്കരുതേ. ആ ജോലി ലഭിക്കുക താമസിക്കരുതേ. ആ അനുഭവങ്ങൾ നടക്കുക താമസിക്കരുതേ. ഏതൊക്കെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ പൈതലേ ആവശ്യമായിരിക്കുക, അതിന് മാസങ്ങൾ കടക്കുവാൻ അനുവദിക്കാതെ, അതിന് ആഴ്ചകൾ നീണ്ടുപോകാതെ, അതിന് ദിവസങ്ങൾ നീണ്ടുപോകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാവോ ഈ ദിവസങ്ങളിൽ? യഹോവേ, താമസിക്കരുതേ. കർത്താവേ, താമസിക്കരുതേ. ദൈവത്തിൻ്റെ ശബ്ദമിതാ. ദൈവത്തിൻ്റെ പൈതലേ, വിശ്വാസത്തോടും പ്രത്യാശയോടും നൊമ്പരത്തോടും വേദനയോടും പറയുന്ന വാക്ക് ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് ഇനി ആ വിഷയത്തിൽ ദൈവം വൈകിപ്പിക്കത്തില്ല. തലമുറയുടെ വിഷയത്തിൽ ഇനി ദൈവം താമസിപ്പിക്കത്തില്ല. ഇനി ആ വിടുതൽ ദൈവം താമസിപ്പിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഹൃദയം തകർന്നിരിക്കുന്ന, ഹൃദയം നുറങ്ങിയിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന
ദൈവമക്കളോടുള്ള ശബ്ദവിധ, ഇനി ദൈവം വൈകിപ്പിക്കത്തില്ല. ആ വിഷയം ഇനി ഒരിക്കലും താമസമുണ്ടാകത്തില്ല. ദിവസങ്ങൾ നീണ്ടുപോകാതെ, ആഴ്ചകൾ നീണ്ടുപോകാതെ ഇതാ ദൈവം വേഗത്തിൽ ഒരു പ്രതിക്രിയ, ദൈവത്തിൻ്റെ ഉത്തരം താമസിക്കാതെ കൂടാരത്തിൽ വെളിപ്പെടും. താമസിക്കാതെ ജീവിതത്തിൽ അത് കാണും. താമസിക്കാതെ ജീവിതത്തിൽ അത് അനുഭവിക്കും. അപ്രകാരം ദൈവത്തിൻ്റെ നീതിയുടെ കരം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കരം ശക്തിയോടിതാ ചലിക്കാൻ പോകുന്നു. ദൂത് വിശ്വസിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് ദൂത് വെളിപ്പെടുത്തുക, കുടുംബങ്ങളോട് ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ വൈതിലേ, ഇനി താമസമില്ല, ഇനി താമസമില്ല, ഇനി ദൈവപ്രവർത്തിക്ക് താമസമില്ല, ഇനി ദൈവിക വിടുതലിന് താമസമില്ല. ആ നിലയിലാണ് കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നത്. വേഗത്തിൽ പ്രതിക്രിയ നടത്തി പരിഹാരം വരുത്തി ഇതാ കർത്താവ് അത്ഭുതം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതനായി സ്തോത്രം. തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ ഇനിയും വൈകിയാൽ, ഇനിയും താമസിച്ചാൽ കർത്താവേ ക്ഷീണിക്കും, തളരും. കർത്താവിൻ്റെ പ്രവൃത്തി കാണണം, ദൈവത്തിൻ്റെ മഹത്വം കാണണം. വേഗത്തിൽ ഇന്ന് കർത്താവ് സംസാരിച്ചത് ദൈവമേ ഇന്ന് ചെയ്തു കൊടുക്കുക. ദൈവശക്തനാ. ഈ ദിവസങ്ങളിൽ ആ മഹത്വം കണ്ട് ജനം കർത്താവിനെ പുകഴ്ത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ദൈവിക വിടുതലിറങ്ങട്ടെ, സ്വസ്ഥത ഇറങ്ങട്ടെ, സമാധാനം കർത്താവ് കൽപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് ഈ പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന, ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന, ആഴമേറിയ അനുഭവങ്ങൾ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദിവസമായി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.